ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനൽ കോർഡിനേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡാറ്റ ഡ്രൈവൻ ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൻ്റെ ഇൻ്റർവ്യൂകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ പാരാമീറ്ററൈസ്ഡ് ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം ആദ്യം. ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഇസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ടെസ്റ്റ് ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ടേബിൾ ഓർ സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റ്. അതായത് ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെസ്റ്റ് ഡാറ്റ, നമ്മൾ ഒരു ടെസ്റ്റ് കേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഡാറ്റ ഒരു ടേബിളിലോ ഒരു സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റിലോ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ CSV ഫയലാവാം. CSV ഫയൽ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും. കോമ സെപ്പറേറ്റഡ് വാല്യൂസ്, ഏകദേശം സ്പ്രെഡ്ഷീറ്റ് പോലെയാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി വരിക. പിന്നെ JSON ഫയലായിട്ടും ചെയ്യണവരുണ്ട്, അല്ലെങ്കിൽ അറേന്ന് ഡാറ്റ ടേബിളിൽ നിന്ന് എടുക്കുന്നവരുണ്ട്. ഓക്കെ, ഏത് വേണമെങ്കിലും ആവും. ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡാറ്റ ഒരു ടേബിൾ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റിൽ നിന്ന് 1 by 1 ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു ഇമേജ്, ഒരു ഫ്ലോ ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ ഇതിൽ 1 മിനിറ്റ്, ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആപ്ലിക്കേഷൻ അണ്ടർ ടെസ്റ്റ്. ഇത് ഏതൊരു ആപ്ലിക്കേഷൻ ആയിരിക്കാം. സപ്പോസ് ഇതൊരു ഫേസ്ബുക്ക്, ഗൂഗിൾ, ഏത് ആപ്ലിക്കേഷനാണ് കേട്ടോ, ഒരു വെബ് ആപ്ലിക്കേഷൻ, അതിൻ്റെ ഒരു ലോഗിൻ പേജാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒരു ലോഗിൻ പേജ് പല രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോഗിൻ പേജ് ചെയ്യുമ്പോൾ ഒരു 1000 യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഓരോ 1000 യൂസർ നെയിം പാസ്വേഡ് ഓരോന്നും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓരോന്നിനും ഓരോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് 1000 സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 1000 സ്ക്രിപ്റ്റിലും യൂസർ നെയിമും പാസ്വേഡും ഡിഫറെൻ്റ് ആക്കി കൊടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം പാസ്വേഡും ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്താണ്, നമ്മൾ കോമൺ ആയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൽ യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും ഫീൽഡ്, ആ യൂസർ നെയിമും പാസ്വേഡും എന്നുള്ള വേരിയബിളിലേക്ക് നമുക്കൊരു എക്സലിൽ നിന്ന് വാല്യൂസ് ഓരോ റോ ബൈ റോ ആയിട്ട് കൊടുക്കാം. ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ തേർഡ് മെത്തേഡാണ്. അതായത് കോമൺ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിൽ യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും ഫീൽഡ് വേരിയബിൾസിലേക്ക് നമ്മൾ എക്സലിൽ നിന്ന് ഓരോ റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോയിൽ നിന്ന് വാല്യൂസ് 1000 വാല്യൂസ് കൊടുക്കണം. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ആ മെത്തേഡ് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഡാറ്റ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കാണുന്ന ഡ്രൈവർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ സെലീനിയം IDEO, സെലീനിയം വെബ് ഡ്രൈവറോ ഏത് ഒരു ഓട്ടോമേഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്രിപ്റ്റ് എഴുതണം, ലോഗിൻ ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതണം. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ, സപ്പോസ് ഫേസ്ബുക്ക് ലോഗിൻ ആണെന്ന് കരുതുക. പിന്നെന്താണ്, ഇത് ഡാറ്റ ഫയലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡാറ്റകൾ ഏതൊക്കെയാണ്, യൂസർ നെയിമുണ്ട്, പാസ്വേഡും ഉണ്ട്. ഈ യൂസർ നെയിമും പാസ്വേഡും സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ എക്സൽ ആവാം, അല്ലെങ്കിൽ ഡാറ്റാ ബേസിലാവാം. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോസ് എക്സൽ ആണെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോകാം. എക്സൽ ആകുമ്പോൾ എന്തുണ്ടാവും, 3 കോളംസ് ഉണ്ടാവും. ഒന്ന് യൂസർ നെയിം, 2 പാസ്വേഡ്, തേർഡ് കോളം റിസൾട്ട്. അതായത് ലോഗിൻ ഫെയിൽ ആണോ സക്സസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കോളംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ വാല്യൂസ് എടുക്കണു, ഡ്രൈവർ സ്ക്രിപ്റ്റിൽ ഇൻപുട്ട് ചെയ്യണു, ആപ്ലിക്കേഷനിൽ കൊടുക്കണു, ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണു. അപ്പോൾ എന്ത് ചെയ്യണു, ലോഗിൻ ആയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് കമ്പയർ ചെയ്യണു. അതായത് കറക്റ്റ് യൂസർ നെയിം പാസ്വേഡ് ആണെങ്കിൽ മാത്രമാണ് ലോഗിൻ ആവുക. ലോഗിൻ ആയോ എന്നുള്ളത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും കറക്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവും, ഡാറ്റ ഫയലിൽ എക്സലിൽ തേർഡ് കോളത്തിൽ റിസൾട്ട് എന്നുള്ള കോളത്തിൽ നമ്മളത് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് എഴുതണം. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. നമുക്കിതിൻ്റെ പടം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വരിയത്, എക്സൽ ആണെന്ന് കരുതുക. 3 കോളംസ് ആണ് ഉണ്ടാവുക. യൂസർ നെയിം ഒരു കോളത്തിലുണ്ടാവും, പാസ്വേഡ് ഒരു കോളത്തിലുണ്ടാവും, റിസൾട്ട് ഒരു കോളത്തിലുണ്ടാവും. യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് അല്ലെങ്കിൽ എന്താണ്, റിസൾട്ട് ഫെയിൽ കാണിക്കും.
യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ പാസ് കാണിക്കും. ഇതാണ് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ്. അപ്പോൾ ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ടൈം സേവിങ് ആണ്, ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒറ്റ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്ത് അതിൻ്റെ ആ ലോഗിൻ പേജിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷനാണെങ്കിലും ആ സ്പെസിഫിക് ഫങ്ഷനാലിറ്റി നമുക്ക് ഡിഫറെൻറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ച് തന്നെ അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡാറ്റ ഡ്രൈവൻ ടെസ്റ്റിംഗ് അലോസ് ടെസ്റ്റേഴ്സ് ടു ഇൻപുട്ട് എ സിംഗിൾ ടെസ്റ്റ് സ്ക്രിപ്റ്റ് ദാറ്റ് ക്യാൻ എക്സിക്യൂട്ട് എ ടെസ്റ്റ് ഫോർ ഓൾ ടെസ്റ്റ് ഡാറ്റ ഫ്രം എ ടേബിൾ ആൻഡ് എക്സ്പെക്ട് ടു ദ ടെസ്റ്റ് ഔട്ട്പുട്ട് ഇൻ ദ സെയിം ടേബിൾ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ സ്ക്രിപ്റ്റിൽ തന്നെ കുറേ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യാം, എല്ലാ ഡാറ്റയും സെയിം ടേബിളിൽ നിന്ന് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യാം, സെയിം ടേബിൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സൽ ആണ്. എക്സൽ ഷീറ്റിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാം. ഇതിന് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടേബിൾ ഡ്രിവൺ ടെസ്റ്റിംഗ് ഓർ പാരാമീറ്ററൈസ്ഡ് ടെസ്റ്റിംഗ്. പിന്നെ നമ്മൾ നോർമലി ഒരു വേറെ വേർഡ് കൂടി പറയാറുണ്ട്, എക്സൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എക്സൽ പാരാമീറ്ററൈസേഷൻ എന്നും പറയാറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. technetbytes.com വിസിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായി.